ഇന്നലെ രാത്രിയാണ് ദിയയ്ക്കും വീട്ടുകാർക്കുമെതിരെ വ്യാജ ആരോപണങ്ങളുമായി രംഗത്തുവന്ന 3 പെൺകുട്ടികളെ തിരക്കി പോലീസുകാർ വലിയതുറയിലെ അവരുടെ വീടുകളിലേക്ക് എത്തിയത്. 3 വീടുകളിലും ഒരേ സമയത്തായിരുന്നു സംഘങ്ങളായി തിരിഞ്ഞ് പോലീസുകാർ എത്തിയത്. എന്നാൽ ആ വീടുകളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പാതിരാത്രിയോടെയാണ് പോലീസുകാർ വീട്ടിലെത്തിയത്. എന്നാൽ അവരോ അവരുടെ കുടുംബാംഗങ്ങളോ ആരും തന്നെ ആ വീടുകളിൽ ഉണ്ടായിരുന്നില്ല. സമീപത്തെ ബന്ധുക്കളായ വീട്ടുകാരോട് അവർ എവിടെ എന്ന് തിരക്കിയപ്പോൾ അറിഞ്ഞത് വക്കീലിനെ കാണാൻ പോയെന്നാണ്. എന്നാൽ ഈ പാതിരാത്രി ഏതു വക്കീൽ, എന്തു ചർച്ച എന്നതിന് അവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. ആരും ഒന്നും തന്നെ വിട്ടുപറയാൻ തയ്യാറായിരുന്നുമില്ല. രാവിലെ തിരക്കിയെത്തിയപ്പോഴും ആരും തന്നെ വീടുകളിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തില്ല. എവിടേക്കാണ് പോയതെന്ന് ആർക്കും അറിയാത്തതിനാൽ തന്നെ 3 പേരും മുങ്ങിയെന്ന നിഗമനത്തിലാണ് പോലീസുകാർ ഇപ്പോഴുള്ളത്. ദിയ കൃഷ്ണയുടെ OBOC എന്ന ആഭരണ കടയിൽ നിന്നും 69 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത ഈ സംഘം അതിവിദഗ്ധമായാണ് ദിയയെ മാസങ്ങളായി പറ്റിച്ചത്. ഇന്ന് രാവിലെ മുതൽ ഇവർക്കെതിരെ അന്വേഷണം നടക്കുകയാണ്. ഇന്നലെ വൈകിട്ട് തന്നെ അന്വേഷണം മൂവർ സംഘത്തിന് എതിരെ തിരിയുകയാണെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. വക്കീലിൽ നിന്നും ഇതിന്റെ ആദ്യ സൂചനകൾ ലഭിച്ചതോടെയാണ് മൂവർ സംഘത്തിനോട് മുങ്ങിക്കോളാനുള്ള നിർദ്ദേശം ലഭിച്ചത്. അല്ലാത്ത പക്ഷം പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലേക്ക് പോവേണ്ടി വരികയും ചെയ്യും. കള്ളപ്രചാരണം നടത്തിയ മൂവർ സംഘത്തിന്റെ ഓരോ വാദങ്ങളും അടപടലം പൊളിയുന്ന CCTV ദൃശ്യങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നത്. ഈ ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്നാണ് പോലീസുകാർ ആദ്യം പാഞ്ഞ് വലിയതുറയിലെ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് എത്തിയത്. എന്നാൽ അപ്പോഴേക്കും വക്കീലിന്റെ നിർദ്ദേശമനുസരിച്ച് മൂവർ സംഘം അവരുടെ വീടുകളിൽ നിന്നും കൂടും കുടുക്കയുമെടുത്ത് മുങ്ങിയിരുന്നു. ഇപ്പോൾ അവർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണെന്ന് വ്യക്തമായതോടെ മൂവരും മുങ്ങുകയായിരുന്നു. ഒളിവിൽ പോയെന്നാണ് വിവരം. ഇന്ന് രാവിലെ കൃഷ്ണകുമാറും മകൾ ദിയയും നടത്തിയ വെളിപ്പെടുത്തലിലാണ് മൂവർ സംഘം മുങ്ങിയെന്ന വിവരം കൃഷ്ണകുമാർ മാധ്യമങ്ങളെ അറിയിച്ചത്. അതേസമയം ഇനി അവരുടെ ജീവിതം ദുസ്സഹവും പരിതാപകരവുമായിരിക്കുമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. എന്റെയും എൻ്റെ കുടുംബത്തെയും മോശപ്പെടുത്തിക്കൊണ്ട് കള്ളപ്രചരണങ്ങളാണ് അവർ നടത്തിയത്. പക്ഷേ സത്യമാണ് ഞാനും എൻ്റെ കുടുംബവും പറഞ്ഞത്. അത് സാധൂകരിക്കുന്ന വ്യക്തമായ തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ബലാത്സംഗ ആരോപണം വരെ എനിക്കെതിരെ ഉയർത്തി. പൂർണ്ണ ഗർഭിണിയായ എൻ്റെ മകളെ മാനസികമായി പീഡിപ്പിച്ചു. പക്ഷേ എല്ലാം ഈ നിമിഷങ്ങളിൽ പൊളിഞ്ഞടുങ്ങിയെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.